ഹരേ രാമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശത്രുഘ്നനോട് ഭരതകുമാരനും മത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളിയ നേരത്ത് രാജ്യമലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം. സോതവൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളും ഒക്കവേ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കണം ഏവരും. രാജധാരങ്ങൾ അമാത്യ ജനങ്ങളും വാജികജരത പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ച് ആരൂഢമോദം വരേണം എല്ലാവരും ചേർക്ക. കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണ്ണ പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടവേണം. പൗരജനങ്ങളാൽ ആ ബാലവൃദ്ധാവതി രാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാമാർ അലങ്കരിച്ചിടനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞതയോധ്യയിൽ. വരണേന്ദ്രന്മാരൊരു 10,000 തേരുമൗവണ്ണം 10,000 100,000 ദുരകങ്ങളുമുണ്ട്. 500,000 കാലാൽ പടകളും. രാജനാരീജനം ദണ്ടിലേറിക്കൊണ്ട് രാമകുമാരനെ കാൺമാനുഴറിയിടിനാൻ. പാതുകാമൂർധനെ വച്ചു ഭരതനും പാദചാരണ നടന്നു തുടങ്ങിയിടിനാൻ. ആദരവുൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായ്ച്ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോടും കൗതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തം ചരാതിമുഖ്യരായുള്ളോരു സൈന്യ സമന്വിതം കണ്ടുകൊള്ളുവിൻ. പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. രാജ്യാഭിഷേകം ഇതം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാട്ടിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനുമന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത്. മന്ദം മഹീതലം തന്നിലിറങ്ങിയിടിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ച് ചെൽപുരുഷൻ അരുൾ ചെയ്താൻ അനന്തരം. ചെന്നു വഹിക്കനേ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു. നീ മുതാ വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയും ഇല്ല ഒരുത്തനും. രാമായ ശക്തിയുക്തായ തേ നമോ നമഃ. ശ്യാമള കോമള രൂപായ തേ നമഃ. കുണ്ടലിനാഥ
കുണ്ടലതൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായത് നമോ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമ വേദസ്വരൂപായ രാമായ തേ നമഃ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിഭുതീന്ദ്രനും ഭക്ര്യാ പുകഴ്ത്തി തുടങ്ങിയിടിനാൻ ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിയിടിനാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരണേ ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിരു സൗഖ്യവും അന്നം നിവണ്ണമോരോ തരം ആപത്തു വന്നാൽ അതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നത് ഉത്തമ പുരുഷ ഞാൻ പറയേണമോ എല്ലാം ഭവൽ കരുണാബലം എന്നി മറ്റുള്ളൊരാലംബനം നാഥ നമസ്തേ നമോ നമ ഭഗവാനേ ശ്രീരാമചന്ദ്രദേവ പ്രഭോ നമോ നമ ശ്രീരാമന്റെ രാജ്യ ഭാരഫലം ഹരേ ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമായണത്തിൻ്റെ ഫലശ്രുതി. അധ്യാത്മരാമായണം ഇതമെത്രയും മത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനി ജന്മനാ മുക്തി സിദ്ധിക്കും അതിനുള്ള സംശയം. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ര്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിരും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുപതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നു പോം നിർണയം. ദേവ പിതൃ ഗണതാപസമുഖ്യന്മാർ ഏവരും ഏറ്റം പ്രസാദിക്കുമത്യനും കൽമഷം എല്ലാം അകലും അതേയല്ല ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം
പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചത് ആദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പോണ്ട് അധ്യയനം ചെയ്യലും മുതാക്കേൽക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമിന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശുഭം. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപ പ്രണൗമി തുഞ്ചത്തിഴും ആര്യപാദം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാദ് ബുദ്ധ്യാത്മനാവാദ് പ്രകൃതേ സ്വഭാവാദ് കരോമി യദ്യൽ സകലം പരസ്മൈ സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം വാൽമീകി മഹർഷയേ നമഃ. ഓം ആഞ്ജനേയായ നമഃ. ഓം സീതാ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ഹനുമാൻ സമേതനായ ശ്രീരാമചന്ദ്ര പ്രഭുവേ നമഃ. സംപൂജ്യരായ സജ്ജനങ്ങളെ, ഇപ്പോൾ രാമായണ മാസത്തിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടാഭിഷേകത്തോടുകൂടി നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു സംശയം തോന്നാം, അപ്പോൾ ഉത്തരകാണ്ഡം വായിക്കണ്ടേന്ന്. അതും കൂടി ഞാനിവിടെ ഒന്ന് ചിന്തിക്കാം. പല ആൾക്കാരുടെയും മനസ്സിലുള്ള സംശയം. അതിൻ്റെ കാരണം എന്താണെങ്കിൽ, ഈ രാമായണം, ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, വീണ്ടും ശ്രീരാമൻ സീതാദേവിയെ വീണ്ടെടുത്തു. സീതയാകുന്ന മനസ്സിനെ ശ്രീരാമചന്ദ്രനാകുമ്പോൾ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്നതോടുകൂടി അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ സങ്കടത്തിലേക്ക് വരുമ്പോൾ അങ്ങനൊരു മനസ്സിൻ്റെ ആ സന്തുലിതാവസ്ഥയിൽ നിന്നും പതറണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഉത്തരഭാഗം നമ്മൾ വായിക്കാത്തത്. ഇനി അതിനുശേഷം ശ്രീരാമചന്ദ്രൻ എല്ലാവർക്കും, വാനരാദികൾക്കും സകല ആൾക്കാർക്കും പാരിതോഷികങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഈ രാമായണം ശ്രവിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ബലശ്രുതിയാണ് ആലോചിക്കണം. ആരാണോ രാമായണം ശ്രവിക്കുന്നത് അവരുടെ ബുദ്ധിവികാസം ഒന്നാമതായിട്ടുണ്ടാവും. അതായത് രാമമാഹാത്മ്യം അത് രുചിച്ചറിയണം. ഈ ഉദ്യോഗാർത്ഥി, ഉദ്യോഗം ലഭിക്കേണ്ട ആൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതാണ്. ഉദ്യോഗം ലഭിച്ചത് കേട്ടുകൊണ്ട് ഉദ്യോഗം ലഭിക്കുന്നില്ല. അതിൻ്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞുതരാം. നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നാണ് ഈ മഹാത്മ്യത്തിൻ്റെ ഉദ്ദേശം. അതായത് മനസ്സിൽ എന്ത് ഈ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗാർത്ഥിക്ക് ഉദ്യോഗം കിട്ടും, അതുപോലെ തന്നെ പുത്രനില്ലാത്തവർക്ക് നല്ല പുത്രന്മാരെ ലഭിക്കും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെങ്കിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നതല്ല, എന്തിനാണ് ഈ ഭഗവാനൊക്കെ ഇങ്ങനെ അവതരിക്കുന്നത്? സാക്ഷാൽ നാരായണൻ പരബ്രഹ്മം പ്രകൃതിയാകുന്ന
സ്ത്രീയാകുന്ന ആ പ്രകൃതിയാകുന്ന ശക്തിയിലൂടെ വിഷ്ണുവിലൂടെ ഇവിടെ അവതാരം എടുത്തു. ഈ വിഷ്ണുവിലൂടെ അവതാരം എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നാം, ഈ ഓരോ അവതാരങ്ങളും ശ്രീരാമാവതാരം, നരസിംഹാവതാരം ഇതൊക്കെ എടുത്തു. ഇതെല്ലാം ബ്രഹ്മാവിനെക്കാറ്റും വിഷ്ണുവിനെക്കാറ്റും രുദ്രനെക്കാറ്റും മീതയാ വിഷ്ണുവിലൂടെ വന്നു എന്നാണ്. അപ്പം നരസിംഹമൂർത്തി മറ്റു ദേവന്മാരെക്കാറ്റും മീതയാ, ബ്രഹ്മാവിനെക്കാറ്റും മീതയാണ്. അത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. അപ്പം ഇവിടെ നാം ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ അവതാരങ്ങളൊക്കെ എടുത്തത്, അത് ചിന്തിക്കേണ്ട. അവിടെയാണ് നമ്മുടെ മനുഷ്യർക്കിടയിലുള്ള ഒരു സംശയം തീർക്കാൻ ഈ ഭഗവത്ഗീതയിലെ വിഭൂതി യോഗമുണ്ട്. ആ വിഭൂതി യോഗത്തിലൊരു 3-ാമത്തെ ശ്ലോകം ഞാനൊന്ന് ഉദ്ധരിക്കാം. യോ മാമ ജന്മനാദിം ച വേതി ലോകമഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. മൂഢന്മാരെ പോലെ ആവരുത്. ഭഗവാൻ ഇവിടെ ഓരോ മനുഷ്യരിലും പരംബ്രഹ്മം അടങ്ങിയിട്ടുണ്ടെന്നാ. ആ പരംബ്രഹ്മത്തെ നമ്മൾ തിരിച്ചറിയണം, അതിൽ നമ്മൾ മുന്നേറണം. ഏത് മാതിരിയാച്ചാൽ നമ്മൾ മനുഷ്യന്മാർക്ക് തോന്നും ഇത് കേട്ടാൽ എന്താ ഗുണമുണ്ടോയെന്ന്. ശാശ്വതമായ സുഖം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് തരുന്ന ഓരോ പ്രവൃത്തിയും ശാശ്വതമായ സുഖമല്ല, ശാശ്വതമായ സന്തോഷമല്ല. ഇത്തരം അവതാര മഹിമകൾ, അവതാര കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കൽമഷങ്ങൾ മാറ്റി പരമമായ ആ ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പറഞ്ഞത്. വേറെ എന്തൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. വേറെ എന്ത് കർമ്മം ചെയ്താലും ശരി അത് അടുത്ത സങ്കടത്തിലേക്ക് വരും. അപ്പോൾ എല്ലാ യാതനകളെയും എല്ലാ വേദനകളെയും നിങ്ങൾ മാറ്റിക്കൊണ്ട് ശാശ്വതമായ ആ ആത്യന്തിക ദുഃഖനിവൃത്തി നേടാനാണ് ഈ രാമായണം. അതിനുള്ളൊരു പരിഹാരമായിട്ടുള്ള ഒരു മഹാസിദ്ധ ഔഷധം തന്നെയാണ് ഈ രാമായണം. അപ്പം നമ്മുടെ മനസ്സ് ഏതൊരു മർത്യൻ നമ്മളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ സംശയത്തോടു കൂടി നോക്കരുത്. അതായത് കഴിഞ്ഞു പോയ കാര്യം ചിന്തിക്കാണ്ട് പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതും ഈശ്വര സാധനയിലൂടെ, ഈശ്വര വിചാരത്തിലൂടെ. സാധന നിങ്ങൾ ചെയ്യുന്ന നേരത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ പരബ്രഹ്മം അത് പ്രകാശിച്ച് ആ സാധനയിലൂടെ ശാശ്വതമായ ശാന്തി ലഭിക്കാൻ തന്നെയാണ് ഈ രാമായണം. അതുതന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. നമ്മുടെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. ഒന്നിനും നമ്മൾ എന്ത് വേണം അറിയോ, എന്തും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ വേണ്ടതെന്താണ്? ശാശ്വതമായ സുഖം. ഈ ശാശ്വതമായ സുഖത്തിന് ഈ അവതാരം എടുത്തിരിക്കുന്നത്, അവിടെ അവതാര പുരുഷൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിലും ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും അതിനെ മറികടക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പരമമായ ആ ജ്യോതിസിനെ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയണം. അതിന് തന്നെയാണ് രാമായണം. ആ രാമായണം ശ്രവിക്കുമ്പോൾ എന്തൊക്കെ വേദനകളാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മളെങ്ങനെയാണ് അമ്പലത്തിലൊക്കെ പോവും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ തൊഴുത് കഴിഞ്ഞ് പുറത്ത് കിടന്നവന് ഭഗവാനില്ല. നിങ്ങളുടെ ചിന്ത മാറി. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ മനസ്സ്, ഈ മനസ്സെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു പെട്ടിയാണ്. ഈ പെട്ടിക്ക് 5 ഡോറ. ഈ 5 ഡോറ പറഞ്ഞാൽ കണ്ണൊരു ഡോറ. പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 ഡോറാണ് ആ മനസ്സിൻ്റെ പെട്ടി. അതിൽ ദൈവവിചാരം നമുക്ക് നിറച്ചു കഴിഞ്ഞാൽ പരമമായ ശാന്തി ലഭിക്കും. അല്ലാണ്ട് ഈ രാക്ഷസീയത നിറച്ചാൽ നമ്മൾ രാക്ഷസനായിട്ട് മാറും. ആസുരികത ശക്തി നിറച്ചാൽ ആസുരികതയായിട്ട് മാറും. അപ്പോൾ ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ഹൗ ടു കൺട്രോൾ അവർ മൈൻഡ്, എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം. എനിക്ക് ഭഗവാന്റെ ആ സുഖം മതി, ഭഗവാനെ മാത്രം മതി. അതുതന്നെയാണ് യോഗം. ഭഗവാനോടുള്ള കൂടിച്ചേരലാണ് യോഗം. ആ ഭഗവാനോട് കൂടിച്ചേരുന്ന സമയത്ത് നമുക്ക് ശാശ്വതമായുള്ള ശാന്തി ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ ആ ശ്രീരാമൻ്റെ ചിന്തയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവിടെ ഒരു പതർച്ച ഉണ്ടാവില്ല, അവിടെ മുന്നേറ്റം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ശ്രീരാമ മന്ത്രം എന്ന് പറയുന്ന താരക മന്ത്രം, രാമമന്ത്രം,
എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ ചിന്തകൾ എവിടെയാണ്? ചിന്തകളാണ് ദുഃഖം തരുന്നത്. ജീവിതത്തിൽ മനസ്സിൻ്റെ ചിന്തകളാണ് ദുഃഖം തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്ത ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ആ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ, ഈ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആ ചിന്തയെ നിങ്ങൾ തിരിച്ച് ഭഗവാനിലേക്ക് ചേരുമ്പോഴാണ് അവിടെ യോഗം വരുന്നത്. ആ ഭഗവാനിലേക്ക് ചേരുന്ന ആ യോഗത്തിലേക്ക് നിങ്ങൾ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അവിടെ നിങ്ങൾ വിജയിച്ചിരിക്കും. ആ വിജയമന്ത്രം തന്നെയാണ് താരക മന്ത്രം. ഈ ഭാരതത്തിലെന്നല്ല, ലോകത്തിലുടനീളം തന്നെ ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിത്യജീവിതത്തിൽ പതറാതെ തളരാതെ മുന്നേറാനുള്ള ഒരു മന്ത്രമാണ് താരക മന്ത്രം. ആ ഹനുമാൻ്റെ മനസ്സും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാനും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.